Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ലാസ്റ്റ് പാർട്ട്. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. നഗരത്തിൽ നിന്നും ഒഴിഞ്ഞ് വിജനമായ സ്ഥലത്തുള്ള ശൈലേന്ദ്ര സാറിന്റെ ആ ഫാം ഹൗസിന്റെ വാതിലുകൾ തകർത്ത് അകത്തേക്ക് കയറിയ സംഘം അവിടെ ആരെയും കാണാതെ ഒന്ന് പകച്ചു. സംഘത്തലവൻ എന്ന് തോന്നിക്കുന്ന ആൾ കൈ ഉയർത്തി ബാക്കിയുള്ളവരോട് ജാഗ്രതയോടെ നിൽക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. വിശാലമായ ഹാളിന്റെ നടുക്കുള്ള മേശപ്പുറത്ത് 3-4 മൊബൈൽ ഫോണുകൾ ഇരിക്കുന്നു. അയാൾ തന്റെ കയ്യിലുള്ള മോണിറ്ററിൽ ഒന്നുകൂടി നോക്കി. ജഗത്തിന്റെയും ശൈലേന്ദ്ര സാറിന്റെയും ഒക്കെ മൊബൈലുകളുടെ ലൊക്കേഷൻ ആ മോണിറ്ററിൽ തൊട്ടു മുന്നിലായി കണ്ടു. തങ്ങളെ വഴിതെറ്റിക്കാൻ അവരുടെ മൊബൈലുകൾ ആ ഹാളിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അയാൾ ദേഷ്യത്തോടെ തല കുടഞ്ഞു. ഷിറ്റ്, they made fool of us. തോക്കുകളും പിടിച്ച ചുറ്റിനും നിന്നവർ പരസ്പരം നോക്കി. മേശപ്പുറത്തിരുന്ന കൂട്ടത്തിൽ ഒരു മൊബൈലിൽ നിന്നും നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും മുന്നിൽ നിന്നിരുന്നയാൾ മുന്നോട്ട് ചെന്ന് ആ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. അതിൽ വന്ന മെസ്സേജ് അയാളൊന്ന് വായിച്ചു നോക്കി. യു ഗൈസ് ലവ് ഹെൽ, സോ വെൽക്കം ടു ഹെൽ. സന്ദേശം വായിച്ച അയാളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് അയാൾ തന്റെ കൂട്ടാളികളെ തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം അയാളുടെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ തീയും പുകയും പടർത്തിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു. തകർന്നു പോയ കൈപ്പത്തിയോടെ അയാൾ ബോധമറ്റ് പുറകിലേക്ക് മറിഞ്ഞു വീണു. അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പകച്ചുപോയി. തൊട്ടടുത്ത നിമിഷം സൈഡ് ടേബിളിന് മുകളിലിരുന്നൊരു പാവയിൽ നിന്നും ചെറിയൊരു ബെല്ലിന്റെ ശബ്ദത്തോടെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങി. 10, 9, 8, 7. Quick out of this room. കൂട്ടത്തിൽ നിന്നും ഒരുത്തന് ഉറക്കെ അലറിയതും തോക്കും പിടിച്ചു നിന്നവരെല്ലാം മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. അതിനിടയിൽ 0 വരെ എണ്ണി നിന്ന പാവയിൽ നിന്നും അവരെ കളിയാക്കും വിധം ഒരു ചിരി ഉയർന്നു. അവരുടെ പ്രവൃത്തികളെല്ലാം തൊട്ടുമുന്നിലെ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ജഗത്തും ശൈലേന്ദ്രൻ സാറും കൂട്ടരും ആ ഫാമിൽ തന്നെ അല്പം മാറിയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റൂമിൽ നിൽക്കുകയായിരുന്നു. അപ്പോ ഇവിടെ വെച്ച് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പായിരുന്നു അല്ലേ? ശൈലേന്ദ്ര സാറിന്റെ ചോദ്യം കേട്ട് അവൻ തലകുലുക്കി. അതെ സർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസ്റ്റർ ബ്രെയിൻ. ഇത്രയൊക്കെ ആസൂത്രണം ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ടുവന്നിട്ട് ഒടുവിൽ പിഴച്ചപ്പോ അയാൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പദ്ധതികൾ കുളമാക്കിയ നമ്മളെ അയാൾ വക വരുത്താൻ ശ്രമിക്കുമെന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഫാം ഹൗസിൽ നിൽക്കാതെ ഈ അണ്ടർഗ്രൗണ്ട് റൂം ഞാൻ തിരഞ്ഞെടുത്തത്. ജഗത് അത് പറയുമ്പോ അങ്കിത്തും നരനും ശ്രാവണിയും കൂടി തോക്കുകളെടുത്ത് തയ്യാറാവുകയായിരുന്നു. തനയ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ബോ എടുത്ത് ഞാനിന്റെ പവർ നോക്കി. ഒരു 12mm ഷോട്ട് ഗൺ ജഗത്തിന് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് നരൻ തന്റെ കയ്യിലിരുന്ന മെഷീൻ ഗൺ ഒന്നുകൂടി ചെക്ക് ചെയ്തു. ശൈലേന്ദ്രൻ സാർ കരുതി വെച്ചിരുന്ന ഗ്രനേഡുകൾ ലോഡ് ചെയ്ത ബെൽറ്റ് തോളിൽ തൂക്കി. മിലിയെയും ശ്രാവണിയെയും ദിനൂപിനെയും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ കറുത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും മുഖംപൂടിയും അണിഞ്ഞു. സാധുറാമിനെ ഇല്ലാതാക്കിയ സ്നൈപ്പറും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചുറ്റിനും മരങ്ങളുള്ളതുകൊണ്ട് അധികം ദൂരെ നിന്നും ഫയർ ചെയ്യാനും അവന് സാധിക്കില്ല. സോ തനയാ, അവൻ നിന്റെ അമ്പിനുള്ള ഇരയാണ്. ജഗത്ത് പറഞ്ഞത് കേട്ട് അവൾ പെരുവിരൽ ഉയർത്തി. ഡൺ. അങ്ങനെ ഒരു സ്നൈപ്പർ പുറകിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ അവൻ ഫയർ ചെയ്യില്ലേ? പിന്നിൽ നിന്നിരുന്ന ദിനൂപ് ചോദിച്ചത് കേട്ട് നരൻ അവനെ നോക്കിയൊന്ന് കണ്ണിറുക്കിയിട്ട് അകത്തെ മുറിയിലേക്ക് പോയി. തിരികെ വരുമ്പോൾ കൈകൾ പിന്നിലോട്ടാക്കി കെട്ടി മുഖംമൂടി ധരിപ്പിച്ച ഒരുത്തനെയും കൊണ്ടാണ് അവൻ തിരികെ വന്നത്. അവന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ ഇങ്ങനെ കൂടെ കൂട്ടിയത് ഇതുപോലൊരു സഹായത്തിന് വേണ്ടിയാ. ജഗത്ത് പറഞ്ഞതിന്റെ പൊരുൾ അറിയാതെ ദിനൂപ് നിന്നു. നരേൻ കത്തിയെടുത്ത് അയാളുടെ കൈകൾ കെട്ടിയിരുന്ന ആ കയർ അറുത്തു മാറ്റി. ജഗത്ത് ഒരു റിപ്ലിക്ക ഗൺ എടുത്ത് അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അയാൾ തന്റെ കയ്യിലിരിക്കുന്ന തോക്കിലേക്കും ചുറ്റിനും നിൽക്കുന്നവരെയും പകച്ചു നോക്കുന്നുണ്ടായിരുന്നു. ജഗത്തിന്റെ ബലിഷ്ഠമായ കൈകളുടെ പിടുത്തത്തിൽ അയാൾ ഒതുങ്ങി നിന്നു. സോ ഗൈസ്, ഗെറ്റ് റെഡി. അവൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ തലകുലുക്കി. കൃത്രിമ തോക്കും പിടിച്ചു നിന്നവനെ ജഗത്ത് കൈകൾ കൊണ്ട് തള്ളി മുകളിലേക്കുള്ള പടികൾ കയറ്റി. പുറത്തേക്കു തുറക്കുന്ന വാതിലിന് മുന്നിൽ അവരെത്തി നിന്നു. തനയ, നീ റെഡിയല്ലേ? യെസ് ബോസ്. പിന്നിൽ നിന്നും അവൾ പെറുപിറുത്തു. ഡോണ്ട് ഗിവ് ദാറ്റ് സ്നൈപ്പർ എ സെക്കൻഡ് ചാൻസ്. ഷുവർ. അവൾ പറഞ്ഞു തീർന്നതും വാതിൽ തുറന്ന ജഗത്ത് മുന്നിൽ നിന്നവനെ പുറത്തേക്ക് തള്ളിവിട്ടു. തോക്കുമായി പുറത്തേക്ക് ഇറങ്ങി അവന്റെ തല തകർത്തും കൊണ്ട് വലതുവശത്തെ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു വെടിയുണ്ട ചിതറിപ്പാഞ്ഞ് കടന്നുപോയി. അതേസമയം തന്നെ ആ ലക്ഷ്യം കണക്കുകൂട്ടി തനയുടെ കയ്യിലെ വില്ലിൽ നിന്നും മൂർച്ചയേറിയ ഒരു അമ്പ് ആ ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞു കഴിഞ്ഞിരുന്നു. മരങ്ങൾക്കു പിന്നിൽ സ്നൈപ്പറുമായി മറഞ്ഞു കിടന്നിരുന്നവന്റെ നെറ്റി തുളച്ചു കയറി ആ അമ്പ്.
അടുത്ത നിമിഷം ജഗത്തും കൂട്ടരും ആ ഭൂഗർഭ മുറിയിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി. അതേ സമയത്ത് തന്നെയായിരുന്നു ഫാം ഹൗസിനകത്തെ പാവയിൽ നിന്നുമുള്ള കൗണ്ട് ഡൗൺ കേട്ട് പുറത്തേക്ക് ഓടിയിറങ്ങിയവർ അവരുടെ മുന്നിലേക്ക് എത്തിയത്. ഏറ്റവും മുന്നിൽ വന്നവന്റെ ബുള്ളറ്റ് പ്രൂഫ് കവചം ഭേദിച്ചുകൊണ്ട് ജഗത്തിന്റെ കയ്യിലിരുന്ന ഷോട്ട് ഗണ്ണിൽ നിന്നും പാഞ്ഞ 12mm ബുള്ളറ്റ് കടന്നുപോയി. പുറകോട്ട് ചത്തുമലച്ച് അവന്റെ പിന്നാലെ ഓടിയെത്തിയവർ ജഗത്തിന്റെയും കൂട്ടരുടെയും മുന്നിൽപ്പെട്ടു. അവന്മാരുടെ കൈവിരലുകൾ ട്രിഗറിൽ അമരുന്നതിന് മുന്നേ ജഗത്തിന്റെയും കൂട്ടരുടെയും തോക്കുകൾ തീ തുപ്പാൻ തുടങ്ങിയിരുന്നു. തനയുടെ വില്ലിൽ നിന്നും പാഞ്ഞ അമ്പുകളും അതോടൊപ്പം അവരെ തേടിയെത്തി. വേട്ടക്കാരായി എത്തിയവർ ഇരകളായി മാറി. ആ സമയത്താണ് മരങ്ങൾക്കിടയിൽ നിന്നും ഒരു ജീപ്പിന്റെ ഇരമ്പൽ കേട്ടത്. അതോടൊപ്പം തന്നെ ഒരു 50mm കാലിബർ മെഷീൻ ഗൺ ജഗത്തിനും കൂട്ടർക്കും നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയിരുന്നു. മരച്ചില്ലകളും ഇലകളും ചിതറിത്തെറിച്ചു. വെടിയേൽക്കാതിരിക്കാൻ അവർ നിലത്ത് കിടന്ന് ഉരുണ്ടുമാറി. ജീപ്പ് മുന്നോട്ട് വരികയായിരുന്നു. ശക്തിയേറിയ തോക്കിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതു തേടിക്കൊണ്ട് ജഗത്ത് ചുറ്റിനും നോക്കി. മരങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു നിന്നാലും രക്ഷപ്പെടാൻ പ്രയാസമാണെന്ന് അവന് മനസ്സിലായി. ആ സമയം അവനെയും ബാക്കിയുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ശൈലേന്ദ്രൻ സാർ ചാടി എഴുന്നേറ്റത്. അയാളുടെ കയ്യിൽ പിന്നുകൾ വലിച്ചൂരിയ ഗ്രനേഡുകൾ കോർത്ത ബെൽറ്റ് കിടന്നാടുന്നത് കണ്ട ജഗത്തും ബാക്കിയുള്ളവരും കൈകൾ കൊണ്ട് തല പൊത്തി നിലത്തേക്ക് അമർന്നു കിടന്നു. ശൈലേന്ദ്രൻ സാർ ആ ബെൽറ്റ് വീശി തങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരുന്ന ജീപ്പിന് നേർക്ക് വലിച്ചെറിഞ്ഞു. അതേസമയം തന്നെ ജീപ്പിൽ നിന്നുമുള്ള വെടിയുണ്ടകളേറ്റ് അദ്ദേഹത്തിന്റെ ശരീരം അരിപ്പ പോലെ ചിതറിത്തെറിച്ചുപോയി. അന്തരീക്ഷത്തിലൂടെ കറങ്ങി തിരിഞ്ഞു ചെന്ന ഗ്രനേഡുകൾ നിറച്ച ബെൽറ്റ് ജീപ്പിനകത്തേക്ക് വീണു. ആ പ്രദേശത്തെ നടുക്കിക്കൊണ്ട് ഗ്രനേഡുകൾ ഒന്നാകെ പൊട്ടിത്തെറിച്ചു. അതോടൊപ്പം ആ ജീപ്പും അതിനകത്തുണ്ടായിരുന്നവരും അന്തരീക്ഷത്തിലേക്ക് ചിതറി. കാടിനുള്ളിലെ രഹസ്യ സങ്കേതത്തിൽ നിന്നും ജീവനോടെ ലഭിച്ചവരെയും ശൈലേന്ദ്രൻ സാറിന്റെ ഫാം ഹൗസ് ആക്രമിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന നേതാവിനെയും ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്കിറങ്ങിയ ജഗത്തിന്റെയും നരേന്റെയും മുഖങ്ങൾ തെളിഞ്ഞിരുന്നു. അവരോടൊപ്പം ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷിനെ കൂടാതെ കൊൽക്കത്ത പോലീസ് സേനയുടെ തലപ്പത്തുള്ള കമ്മീഷണറും അഡീഷണൽ കമ്മീഷണറും ഉണ്ടായിരുന്നു. സോ ഷാൽ വി ഗോ ഫോർ ആൻ അറസ്റ്റ് വാറന്റ് സർ? വെങ്കടേഷിന്റെ ചോദ്യത്തിന് അനുവാദം നൽകിക്കൊണ്ട് കമ്മീഷണർ രഘുചന്ദർ തലയാട്ടി. We should also inform the ministry as he is a well-known person. Not only that, we should not leave any loophole in this case to escape. He got rid of our Sailendran, who was the most agreeable person in our department. We definitely have to punish him for that. അഡീഷണൽ കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ഷുവർ സർ. സല്യൂട്ട് ചെയ്തുകൊണ്ട് ജോയിന്റ് കമ്മീഷണർ പറഞ്ഞപ്പോ ജഗത്തും നരേനും കൂടി അദ്ദേഹത്തോടൊപ്പം അവരെ സല്യൂട്ട് ചെയ്തു. കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണറെയും വഹിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾ അവിടെ നിന്നും അകന്നപ്പോ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനായി വെങ്കടേഷ് ജഗത്തിനെയും നരേനെയും കൂട്ടി ഓഫീസിനകത്തേക്ക് നടന്നു. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ കോഴിക്കോട് വെച്ച് പ്രസാധകരായ CS ബുക്സ് സംഘടിപ്പിച്ച കേരള ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൽ വേരുകളുള്ള ലോകപ്രശസ്തനായ ഇന്ത്യൻ എഴുത്തുകാരൻ സോംനാഥ് ഭൂപേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് CS ബുക്സിന്റെ MD രാജ് കിഴക്കേടം സംസാരിക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ആരാധനാപാത്രമായ ശ്രീ സോംനാഥ് ഭൂപേന്ദ്രനെ ഈ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ CS ബുക്സ് അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ പട്ടണമായ സിൽവാസയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും അമ്മ വഴി അദ്ദേഹം ഒരു കേരളീയൻ കൂടിയാണ് എന്ന കാര്യം നമ്മുടെ അഭിമാനത്തിന് മാറ്റുകൂട്ടുന്നു. എന്നാൽ അതിലേറെ CS ബുക്സ് അഭിമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത നോവലായ മടിക്കേരി മിസ്റ്റിക്കയുടെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് CS ബുക്സ് ആയിരിക്കുമെന്നതാണ്. ആ മിസ്റ്ററി നോവലിന്റെ കയ്യെഴുത്തു പ്രതി അദ്ദേഹം ഈ വേദിയിൽ വെച്ച് CS ബുക്സിന് കൈമാറുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് CS ബുക്സിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നീണ്ടുനിന്ന കരഘോഷങ്ങൾക്കിടയിൽ വേദിയിലിരിക്കുകയായിരുന്ന സോംനാഥ് ഭൂപേന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ നോക്കി തൊഴുതു. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. രാജ് കിഴക്കേടം പറഞ്ഞു നിർത്തിയപ്പോ സോംനാഥ് ഡൈസിന് മുന്നിലേക്ക് ചെന്നു. രാജ് മൈക്കിന് മുന്നിൽ നിന്നും മാറിക്കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധമായ മലയാളത്തിൽ സോംനാഥ് സംസാരിച്ചു തുടങ്ങി. എന്റെ പല നോവലുകളും വായിച്ചിട്ടുള്ളവരായിരിക്കും മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതി പൂർത്തീകരിച്ചിരിക്കുന്ന മടിക്കേരി മിസ്റ്റിക്ക എന്ന നോവൽ നിങ്ങളിലെ വായനക്കാരനെ ആകാംക്ഷയോടെ പിടിച്ചിരുത്തുന്ന ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി മലയാള ഭാഷയിലും കൂടി ആ നോവൽ പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
ഈ നോവലിന്റെ അവസാനം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നിന്നും അല്പം മാറിപ്പോയെങ്കിലും ഒരു ക്രൈം ത്രില്ലർ നോവലിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ഈ നോവലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷേ ഈ നോവൽ പ്രസിദ്ധീകരിച്ച് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ ജയിലിലായിരിക്കും. മൈക്കിലൂടെ കേട്ട വാക്കുകൾക്ക് പിന്നാലെ ആശ്ചര്യം നിറഞ്ഞൊരു മർമ്മരം സദസ്സിൽ നിന്നും ഉയർന്നു. തന്റെ കൈ ഉയർത്തി അവരെ ശാന്തരാക്കിയിട്ട് സോമനാഥ് സംസാരം തുടർന്നു. നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടുള്ളതും ആരാധിച്ചിട്ടുള്ളതുമായ ശക്തികളെ കൂടാതെ മറ്റു പല ശക്തികളും അനന്തമായി പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മനസ്സിലാക്കുവാൻ കൂടിയുള്ളതാണ് ഈ നോവൽ. സാധാരണ നോവലുകളിൽ കാണും പോലെ നായകന്മാർ മാത്രമല്ല, വിജയിക്കുന്ന വില്ലന്മാരും കൂടി ഉണ്ടാകുമെന്നത് ഒരു പക്ഷേ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. പക്ഷേ അതാണ് സത്യം. ആ ഒരു സത്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ആഗ്രഹിച്ചത്. അതിൽ ഞാൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നത് ഈ നോവൽ പുസ്തകമാക്കി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തിയാലും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ നോവലിന്റെ കൈയെഴുത്തുപ്രതി ഞാൻ മിസ്റ്റർ കിഴക്കേടത്തിന് സമർപ്പിക്കുകയാണ്. തന്റെ കയ്യിലിരുന്ന കൈയെഴുത്തുപ്രതി രാജ് കിഴക്കേടത്തിന് നൽകിയിട്ട് നിശബ്ദരായി പോയ സദസ്സിനെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് സംസാരം നിർത്തിയ സോംനാഥ് വേദി വിട്ടിറങ്ങി. രാജ് കിഴക്കേടം ഉൾപ്പെടെ സദസ്സിലുണ്ടായിരുന്ന പ്രമുഖർ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ സോംനാഥ് സ്റ്റേജിന്റെ പടികൾ ഇറങ്ങി. താഴെ നിന്നിരുന്ന മീഡിയ അദ്ദേഹത്തെ പൊതിഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ പുള്ളിക്കാരൻ പുറത്തേക്കിറങ്ങി. സദസ്സിൽ നിന്നും കുറെ പേരും എഴുന്നേറ്റ് അദ്ദേഹത്തെ അനുഗമിച്ചു. വലിയൊരു ആൾക്കൂട്ടമായി പുറത്തേക്കിറങ്ങിയ സോമനാഥ് ഭൂപേന്ദ്രന്റെ മുന്നിലേക്ക് പോലീസ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. മീഡിയയും ജനക്കൂട്ടവും നോക്കി നിൽക്കെ വാഹനങ്ങളിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സോംനാഥിന്റെ കൈകളിൽ കയറി പിടിച്ചു. യാതൊരുവിധ പ്രതിഷേധത്തിനും നിൽക്കാതെ പുള്ളിക്കാരൻ ആ പോലീസ് ഓഫീസേഴ്സിനോടൊപ്പം അവരുടെ വണ്ടിയിലേക്ക് കയറി. മീഡിയക്കാരുടെ ക്യാമറ ലൈറ്റുകൾ പലവട്ടം മിന്നിത്തെളിഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പോലീസ് അധികാരികളിൽ ആരും മറുപടി പറഞ്ഞില്ല. ആശ്ചര്യത്തോടെ നോക്കി നിന്ന ആ ജനക്കൂട്ടത്തെ സാക്ഷികളാക്കിക്കൊണ്ട് പോലീസ് വാഹനങ്ങൾ അവിടെ നിന്നും പാഞ്ഞുപോയി. ലോക പ്രശസ്തനായ സാഹിത്യകാരൻ സോംനാഥ് ഭൂപേന്ദർ അറസ്റ്റിലായ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. മീഡിയകൾ പലവിധത്തിലുള്ള അനുമാനങ്ങൾ നെയ്തുകൂട്ടി. അറസ്റ്റിനെ കുറിച്ച് പലവിധ അഭ്യൂഹങ്ങൾ ഇന്ത്യയിലും വിദേശത്തും പടർന്നത് പെട്ടെന്നാണ്. ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ആശങ്കകൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് പോലീസ് താമസിയാതെ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. ലൈവ് പോയ ആ പത്രസമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. വർഷങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാൻ മിസ്സിങ്ങുകളുടെയും അതേ തുടർന്നുള്ള കൊലപാതകങ്ങളുടെയും ഒക്കെ പിന്നിൽ സോംനാഥ് നയിച്ചിരുന്ന ബ്ലാക്ക് മാജിക് ടീം ആയിരുന്നു എന്നത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. പലരും അതൊരു കെട്ടുകഥയാണെന്ന് കരുതിയെങ്കിലും പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും സോംനാഥിനെയും മടിക്കേരിയിലെ പ്രസിദ്ധനായ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സർമോദനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രസ് ക്ലബ്ബ് മീറ്റ് അവസാനിപ്പിച്ചത്. സർ, ഈ പുസ്തകം ഇനി നമ്മൾ പ്രസിദ്ധീകരിക്കണോ? ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ? CS ബുക്സിന്റെ ഹെഡ് ഓഫീസിൽ രാജ് കിഴക്കേടത്തിനോട് സംസാരിക്കുകയായിരുന്നു പബ്ലിഷിംഗ് മാനേജറായ ശരത്ത്. എന്ത് ലീഗൽ പ്രശ്നമെന്നാ ശരത്ത് പറയുന്നത്? ശരത്ത് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് കിഴക്കേടം പ്രതികരിച്ചത്. സോംനാഥ് ഭൂപേന്ദറിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തത് നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട് സർ. ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇംഗ്ലീഷ് ഉൾപ്പെടെ 8 ഭാഷകളിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒഴികെ ബാക്കിയുള്ള ഭാഷകളിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഈ ഒരു അറസ്റ്റ് കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ശരത്തിന് ഊഹിക്കാമോ? സർ, അത് തീർച്ചയായും ചൂടപ്പം പോലെ വിറ്റഴിയും. ചീഫ് എഡിറ്ററായ ശാന്തിന് പറഞ്ഞത് കേട്ട് രാജ് കിഴക്കേടം തലകുലുക്കി. ഒരുപക്ഷെ പുസ്തക ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സെയിലാകും നടക്കുക. ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ ബ്ലാക്ക് മാജിക്കിന്റെ തലപ്പത്തുള്ള ആളായിരുന്നു എന്നതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടിയായിരുന്നു അയാളും കൂട്ടരും ഇതൊക്കെ ചെയ്തിരുന്നതെന്നതും ജനങ്ങളിൽ ജിജ്ഞാസ ഉണർത്തുന്ന കാര്യങ്ങളായിരിക്കും. സർ, ആക്ച്വലി എന്തിനു വേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്? ശരത്തിന്റെ ചോദ്യം കേട്ട് രാജ് കിഴക്കേടം തന്റെ കയ്യിലിരുന്ന ആ നോവലിന്റെ കൈയെഴുത്തു പ്രതി മുന്നിലേക്ക് നീക്കിവെച്ചു. കാറ്റ് പോലും കിടക്കാത്ത അടച്ചുറപ്പുള്ള ആ AC റൂമിൽ ആരോ മറിക്കും പോലെ മടിക്കേരി മിസ്റ്റീക്ക എന്ന പേരെഴുതിയ കയ്യെഴുത്തു പ്രതിയുടെ താളുകൾ അവർക്ക് മുന്നിൽ അതിവേഗം മറഞ്ഞു നീങ്ങി. കിഴക്കേടം ഉൾപ്പെടെ ആ മുറിയിൽ ഉണ്ടായിരുന്നവർ ആശ്ചര്യത്തോടെ ഇരുന്നിരുന്ന കസേരകളിൽ പിന്നോട്ട് അല്പം ആഞ്ഞുപോയി. താളുകൾ മറിഞ്ഞ് ഒടുവിൽ വന്നു നിന്നൊരു പേജിൽ
ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയ ഒരു വാക്കിൽ ശരത്തിന്റെ കണ്ണുകൾ തങ്ങി. സോൻ ബന്ദർ ഗുഹകൾ. ആ വാക്കുകൾ ശരത്ത് വായിച്ചു. ആരും മറിക്കാതെ ആ കയ്യെഴുത്തുപ്രതിയുടെ താളുകൾ എങ്ങനെ മറിഞ്ഞു എന്ന് ബാക്കിയുള്ളവർ ആശ്ചര്യപ്പെട്ടിരിക്കെ രാജകിഴക്കേടം വാ തുറന്നു. അതെ, സോൻ ബന്ദർ ഗുഹകളായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിന്റെ രാജ്ഗീറിലെ വൈബർ കുന്നുകളുടെ അടിത്തട്ടിൽ കൊത്തിയെടുത്ത മനുഷ്യനിർമ്മിതമായ 2 ഗുഹകളാണ് സോൺ ബന്ദാർ ഗുഹകൾ. ഇത് സ്വരൺ ബന്ദാർ ഗുഹകൾ എന്നും അറിയപ്പെടുന്നു. പണ്ട് മഗധ ഭരിച്ചിരുന്ന ബിംബിസാര ചക്രവർത്തിയുടെ കാലത്ത് വിലമതിക്കാനാവാത്ത നിധി ഈ ഗുഹയുടെ ഉള്ളിലെ അടക്കം ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രധാന ഗുഹയുടെ ഒരു ഭിത്തിയിൽ ഒരു വാതിൽ പോലെ ഒരു സ്ട്രക്ചർ കാണുവാൻ സാധിക്കും. അതിനോട് ചേർന്ന് എന്തോ ഒരു ഭാഷയിൽ ചില ലിഖിതങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ആ ഗുഹയിൽ മറ്റു പലയിടത്തും കാണുന്ന ലിഖിതങ്ങളൊക്കെ ചരിത്രകാരന്മാർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലിഖിതം എന്താണെന്ന് വായിച്ചെടുക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ വാതിൽ തുറക്കുവാനുള്ള രഹസ്യവാചകങ്ങളാണ് ആ കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പീരങ്കി വെച്ചുപോലും അവർ ഈ ഗുഹ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. കർമ്മങ്ങളിലൂടെ സാത്താനെ പ്രത്യക്ഷപ്പെടുത്തി ആ രഹസ്യവാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു അവര്. ഇതൊക്കെ ആ കഥകളിൽ പറഞ്ഞിട്ടുള്ളതാണോ സാർ? അതെ ശരത്, ഇന്നലെ നടന്ന അറസ്റ്റിനെ കുറിച്ച് പോലും ആ കഥയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസാനം അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നതും സാത്താന്റെ സഹായത്തോടെ ആ നിധി അറ തുറക്കുന്നതും നിധി സ്വന്തമാക്കുന്നതും ഒക്കെയാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നടക്കില്ലെങ്കിലും കഥയ്ക്കതൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലേ സാർ? അതെ, സ്ഥിരമായി കാണാറുള്ളത് പോലെ നായകന് പകരം വിജയിക്കുന്ന വില്ലൻ. ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇറക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നല്ലൊരു വിൽപ്പന, അത് മാത്രം നോക്കിയാൽ മതി തൽക്കാലം. ബാക്കിയൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. പക്ഷേ സാർ, ഇപ്പൊ നമ്മുടെ മുന്നിലിരുന്ന ഈ ബുക്ക് ഒരു കാറ്റില്ലാതിരുന്നിട്ട് പോലും താളുകൾ മറിഞ്ഞ് കൃത്യമായിട്ട് ആ പേജിൽ വന്ന് നിന്നത് കണ്ടില്ലേ? ഒരുപക്ഷെ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിലോ? ശാന്തിനിയുടെ ചോദ്യം അവിടെ ഇരുന്നിരുന്നവരുടെ ഉള്ളിലും ഒരു മുഴക്കമായി നിലനിന്നു. കുട്ടേട്ടാ, ഇയാൾ ഈ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒടുവിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമെന്നും ആ നിധിശേഖരം കൈക്കലാക്കുമെന്നൊക്കെയാണല്ലോ. CS ബുക്സിൽ നിന്നും കൈക്കലാക്കിയ മടിക്കേരി മിസ്റ്റീക്ക എന്ന നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പിയുടെ അവസാന പേജ് വായിച്ചു മടക്കിയ ശേഷമായിരുന്നു മിലിയുടെ ചോദ്യം. സോംനാഥിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്നു ജഗത്തും നരേനും മിലിയും. ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ മിലിയെയും കൂടെ കൂട്ടിയത്. ഒരുപക്ഷെ സോംനാഥിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മിലിയുടെ സാന്നിധ്യം ഉപകാരപ്പെട്ടേക്കാമെന്ന ചിന്തയായിരുന്നു അതിനു പിന്നിൽ. അപ്പോ ഏട്ടന്റെ കയ്യിലുണ്ടായിരുന്ന കടലാസിൽ എഴുതിയിരുന്ന ആ SOM എന്ന വാക്ക് സൂചിപ്പിച്ചിരുന്നത് ഈ സോംനാഥ് ഭൂപേന്ദ്രനായിരുന്നു അല്ലേ? മിലിയുടെ ചോദ്യത്തിന് അതെ എന്ന് തലയാട്ടിക്കൊണ്ട് ജഗത്ത് കാർ മുന്നോട്ട് പായിച്ചു. കസ്റ്റഡിയിൽ വെച്ച് പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും വാതുറക്കാതിരുന്ന സോംനാഥ് ഭൂപേന്ദർ ഒടുവിൽ മിലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖമുയർത്തി ജഗത്തിനെ നോക്കി. അയാളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് ജഗത്തിന്റെ നെറ്റി ചൊളിഞ്ഞു. നീ നിന്റെ ഭാര്യയെ എന്റെ മുന്നിൽ കൊണ്ടുവാ, അപ്പോൾ ഞാൻ പറയാൻ കാര്യങ്ങൾ. അത്രയും പറഞ്ഞിട്ട് സോംനാഥ് കണ്ണുകൾ അടച്ചു. ബ്രിങ് ഹർ. ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് പറഞ്ഞത് കേട്ട് തലകുലുക്കിക്കൊണ്ട് ജഗത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ജഗത്തും നരേനും ഇരുവശത്തും ഉണ്ടായിരുന്നിട്ടും ഭയത്തോടെയാണ് മിലി സോംനാഥിന് മുന്നിലേക്ക് എത്തിയത്. അവളെ കണ്ട അയാളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. പറയൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നിങ്ങൾ നയിച്ചിരുന്ന ബ്ലാക്ക് മാജിക് സംഘത്തിന്റെ തുടക്കം എവിടെ വെച്ചായിരുന്നു? വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഉണ്ട് ഇതിന്റെ ശൃംഖലകൾ? ജഗത്തിന്റെ ചോദ്യം ശ്രദ്ധിക്കാതെ സോംനാഥ് മിലിയെ തലയനക്കി അടുത്തേക്ക് വിളിച്ചു. അവൾ ഭയത്തോടെ ജഗത്തിനെ തിരിഞ്ഞു നോക്കി. പേടിക്കണ്ട, വിലങ്ങ് വെച്ചിട്ടുണ്ട്, വാ. ജഗത്ത് മിലിയെ അയാളുടെ മുന്നിലേക്ക് നീക്കി നിർത്തി. നരേൻ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു. Idzie princesa Zatana bojące idzie wam prdyot kontrolować zilwu, wasi poszywana i komandę budut wypełnienie പ്രതിനിധിത്വ. സോംനാഥ് ഭൂപേന്ദർ ഉച്ചരിച്ച വാക്കുകൾ കേട്ട് മിലി നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ജഗത്തിനെ നോക്കി. ഇറ്റ്സ് റഷ്യൻ ലാംഗ്വേജ്. ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് പറഞ്ഞത് കേട്ട് ജഗത്ത് തല കുലുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സോംനാഥ് മിലിയുടെ നേരെ ചാടി എഴുന്നേറ്റ് കുതിച്ചത്. ഭയത്തോടെ പിന്നിലേക്ക് ചാടി മാറിയ മിലി അയാളെ തടയാനെന്നോണം അയാൾക്ക് നേരെ കൈകൾ ഉയർത്തി. അദൃശ്യമായ ഏതോ ശക്തി എടുത്തെറിഞ്ഞതുപോലെ സോമനാഥ് പിന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പുറകിലെ ഭിത്തിയിൽ പോയി അടിച്ചു വീണ അയാളുടെ തല പൊട്ടി ചോര ഭിത്തിയിൽ പടർന്നു.
താഴേക്ക് വീണ അയാൾ മിലിയെ നോക്കി ഉറക്കെ അട്ടഹസിച്ചു. ഒന്നു പിടഞ്ഞ ശരീരം നിശ്ചലമായി. ക്രമേണ ആ കണ്ണുകൾ അടഞ്ഞു. പോലീസുകാർ സോംനാഥിന്റെ നാടിമിടിപ്പ് പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നരേൻ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. വോയിസ് റെക്കോർഡറിൽ നിന്നും മാപ്പിന്റെ സഹായത്തോടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വാക്കുകൾ അവിടെ മുഴങ്ങി. വന്നാലും രാജകുമാരി, സാത്താൻ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ ഈ ശക്തിയെ നിയന്ത്രിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളും കൽപ്പനകളും നിറവേറ്റപ്പെടും. ഈ ദൗത്യം സ്വീകരിക്കുക. സോംനാഥ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം കേട്ട് മിലി ആശ്ചര്യത്തോടെയും അതിലേറെ ഭയത്തോടെയും തന്റെ കൈകളിലേക്ക് നോക്കി. സർ, ഹീസ് നോ മോർ. സോംനാഥിനെ പരിശോധിച്ച പോലീസുകാരൻ പറഞ്ഞത് കേട്ട് ഭയന്നുപോയ മിലി ജഗത്തിനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ തന്റെ ശരീരത്തിനോട് ചേർത്ത് നിർത്തുമ്പോൾ ചുറ്റും നിന്നിരുന്നവരുടെ ആശ്ചര്യവും സന്ദേഹവും നിറഞ്ഞ കണ്ണുകൾ അവളുടെ നേരെ നീളുകയായിരുന്നു. ശുഭം. അവൾ ആ നിധി കൈക്കലാക്കുമോ, അതോ ജന്മനാൽ തനിക്ക് കിട്ടിയ കഴിവ് മൂലം പ്രത്യക്ഷനായ സാത്താനെ ജഗത്തിന്റെ കയ്യിലുള്ള ബുക്കുകളിൽ നിന്നും മന്ത്രങ്ങൾ പഠിച്ച് തിരികെ അയക്കുമോ? അതുമല്ലെങ്കിൽ ആ കഴിവുകൾ അവൾ തുടർന്നും ഉപയോഗിക്കുമോ? കഥയിൽ ബാക്കി നിർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വായനക്കാരുടെ ഭാവനയ്ക്ക് വിടുന്നു. കഥ ഇഷ്ടപ്പെട്ടവർ കഥയെക്കുറിച്ചുള്ള 2 വാക്കുകളെങ്കിലും അഭിപ്രായമായി ഒന്ന് കുറിച്ചിട്ട് പോകണേ. പുതുതായി തുടങ്ങാൻ പോകുന്നത് ഒരു പ്രണയകഥയാണ്. അധികം താമസിയാതെ തന്നെ നമുക്ക് അത് യൂട്യൂബിൽ കേൾക്കാം. താങ്ക് യു.